ഹായ്, എൻ്റെ ഒരുവിധം ക്ലയൻസിൻ്റെ എല്ലാം ഡൗട്ടാണ്. ഐ മീൻ ഓണേഴ്സിൻ്റെ പ്രശ്നമാണ്. എൻ്റെ ടീം ഒട്ടും ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്നുള്ളത്. സോ ഒരു മിനിറ്റ് ഈ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയേ. കൺമണി നിൻപിൽ കേൾക്കാതെ ഞാൻ എങ്ങനെ രാവിൻ തിരിതാഴ്ത്തും കണ്ണുകൾ നിറയും. എന്ത് തോന്നോ? ഭയങ്കര സന്തോഷം തോന്നോ? ആ സാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി തോന്നോ? നിങ്ങൾക്ക് നാണം ഉണ്ടോ? എന്തൊക്കെ കാണിക്കുന്നത്? ഇത് ആക്ച്വലി എൻ്റെ ടീമാണ്. നിങ്ങൾ കണ്ടോ അവർ എത്ര ഇനീഷ്യേറ്റീവ് ഓരോ വീഡിയോസിന് വേണ്ടി എടുക്കുന്നതെന്നുള്ളത്. സോ ഐ റിയലി അപ്രീഷിയേറ്റ് ദം ബിക്കോസ് നല്ല ഇനീഷ്യേറ്റീവ്സ് കുട്ടികൾ എടുക്കുന്നത്. സോ ഇതിൽ നമുക്ക് നല്ല പങ്കുണ്ട്. ആക്ച്വലി ഒരു ടീം ഇങ്ങനത്തെ നമ്മളെ ബ്രാൻഡിനെ ആക്ച്വലി മേലെത്തിക്കാൻ അവർ എടുക്കുന്ന ഇനീഷ്യേറ്റീവ്സിന്. ബിക്കോസ് ഫസ്റ്റ്ലി നമ്മൾ കൊടുക്കേണ്ട അവർക്ക് ഇനഫ് ആക്ച്വലി എന്ത് വേണം, എന്തും തുറന്നു പറയാനുള്ള ഒരു സ്പേസും റിലേഷൻഷിപ്പും ആ കൾച്ചറും നമ്മൾ ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്തേ തീരുള്ളൂ. ആൻഡ് സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ വെദർ അവർ ചെയ്തതോ കാര്യങ്ങളോ തെറ്റോ എന്തോ രീതിയിലായി, നോ ഇഷ്യൂ ഫോർ ദറ്റ്. അവർ വീഡിയോ ചെയ്യുമ്പോൾ കാര്യങ്ങളോ ഫസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ആവാം, ജസ്റ്റ് ആക്ച്വലി സ്കിപ്പ് ദാറ്റ്. ഓക്കെ, ബിക്കോസ് എന്ന് വെച്ചാൽ ആ ഒരു അപ്രീസിയേഷൻ അവർക്ക് കിട്ടണം. അതർവൈസ് എന്തിനാണ് അവർ ആക്ച്വലി വീഡിയോസ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പം ആ അപ്രീസിയേഷൻ ഡെഫിനറ്റ്ലി വി നീഡ് ടു ഗിവ്. ആൻഡ് തേർഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണർഷിപ്പ്. അതായത് എന്തിനും ഏതിനും എന്നോട് ചോദിക്കണം. നീ എന്തിനാ എന്നോട് ചോദിക്കാണ്ട് ഈ കാര്യങ്ങൾ ചെയ്തത്? 5 യു ആർ മോർണിംഗ് തൊട്ട് തുടങ്ങും. എന്തിനാ ഇത് ചോദിക്കാണ്ട് നീ എന്തിന് ഇത് ആക്സെപ്റ്റ് ചെയ്ത് പോയി? എന്തിനു നീ ചെയ്തു? ലെറ്റ് ദം ഡു. അവർ ചെയ്യട്ടെ. ഓക്കെ, അവർ ചെയ്ത് വെതർ ചിലപ്പം അത് മിസ്റ്റേക്ക് ആവാം അല്ലെങ്കിൽ അത് നല്ലതാവാം, വട്ടെവർ ഇതാകട്ടെ. വിൽ ഗിവ് സം സ്പേസ് ഫോർ ദം. ഓക്കെ, ആ ഓണർഷിപ്പ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇരുന്നിടത്ത് നിൽക്കും, മേലെ പൊന്നില്ല. സോ ഡെഫിനറ്റ്ലി ആ ഓണർഷിപ്പ്, ഇഫ് യു ആർ ഗിവിങ് സം സ്പേസ് ഫോർ ദം, അവർ ടീം വിൽ ടേക്ക് ദാറ്റ് ഓണർഷിപ്പ്. ഓക്കെ, ഏറ്റവും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറയുക, അത് ഒരുവിധം എല്ലാ ഓണേഴ്സിൻ്റെ പ്രശ്നം പെർഫെക്ഷൻ. ദയവ് ചെയ്തിട്ട് ആ സാധനം അങ്ങൊന്ന് മാറ്റി വെക്കുക. ഓക്കെ, അവർ ലെറ്റ് ദം ഡു. ചിലപ്പോൾ നമ്മൾ ഒരുപാട് പെർഫെക്ഷൻ ഒന്നും ആയിട്ടല്ലല്ലോ ഈ ഒരു രീതിയിൽ എത്തിയത്. ലെറ്റ് ദം ഡു മിസ്റ്റേക്ക് ആൻഡ് ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി പെർഫെക്ഷൻ വിൽ ഓട്ടോമാറ്റിക്കലി കം. ഓക്കെ, സോ ആ രീതിയിൽ അവർ പോയിക്കോട്ടെ. ഓക്കെ, സോ മാർക്കറ്റിങ്ങിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആഡ്സ് ആണെന്ന് കരുതി ആരും നിൽക്കണ്ട. നമ്മുടെ ബ്രാൻഡ് സ്വന്തം ബ്രാൻഡ് പോലെ ഉൾക്കൊണ്ട് നല്ല ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു ടീമാണ് നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ അസറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ കീപ് ഫോളോ മൈ പേജ്. ഓക്കെ, താങ്ക് യു.